ഹലോ ഫ്രണ്ട്സ്, ഇതാണ് മേത്തി എന്ന് പറയുന്നത്. ഉലുവയുടെ ഇലയാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കണത് ഒരു തേപ്പിളയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ട ഉലുവച്ചീര ഞാൻ എടുത്ത് അരിപ്പയിലൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തേപ്പിള ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നോക്കിയേ, നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി, ഇത് കുറച്ച് കടലപ്പൊടി കേട്ടാ. ഇത് ഇടണതൊന്നും എനിക്ക് കാണാക്കാൻ നിങ്ങളെ പറ്റില്ല, ഞാൻ തന്നെ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞില്ലേ, അത് കാരണമാണ് കേട്ടാ. പിന്നെ ഇതൊക്കെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്ത എള്ള് ഇട്ടാ ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പച്ചമുളകും ഒരു ചെറുനാരങ്ങയുടെ നീരും പിന്നെ പഞ്ചസാരയും കൂടിയിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചേക്കണം തന്നെ. അപ്പോൾ ഇതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ, നമ്മുടെ മേത്തിയുടെ ഇല കണ്ടോ, ഒറ്റ കരടിയ കണ്ട. അപ്പോൾ ഇതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് എല്ലാവരും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ടിത് കുഴയ്ക്കണതൊന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. അതൊക്കെ എല്ലാവർക്കും ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴയ്ക്കുക അതുപോലെ കുഴയ്ക്കുക. ഇതിന് തേപ്പിള എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഒരു സ്പൂൺ ഓയിലും കൂടിയും ഒഴിക്കണം കേട്ടോ. ഒരു സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ച് വയ്ക്കും. ഇനി ഞാൻ ഉണ്ടാക്കണത് നിങ്ങളെ കാണിക്കാമേ. അപ്പം നോക്കിയേ, നമ്മൾ തേപ്പിളയൊക്കെ പരത്തി വെച്ചു കേട്ടാ. ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്താൻ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ കേട്ടാ. അപ്പോൾ നീ പരത്തിയ തേപ്പിള ഞാൻ തവയിലേക്ക് ഇട്ടു. ഇനി ഇത് മറിച്ചിടാട്ടോ നമുക്ക്. എന്നിട്ട് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ പതുക്കെ ഒഴിച്ച് കൊടുത്തിട്ട് മുകളിൽ ഇതിങ്ങനെ നന്നായിട്ട് പുരട്ടി കൊടുക്കണം കേട്ടോ. നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് പരട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്നും കൂടി മറിച്ചിടുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കുക. ഇത് തൈരിൽ പഞ്ചസാര, മുളക് പൊടി, വറുത്ത ജീരകപ്പൊടിയൊക്കെ കൂട്ടിയിട്ടാണ് ഇതെല്ലാവരും കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ട, ഈ തേപ്പിള റെഡിയായി. അപ്പോൾ ദേ ഇവിടെ ഞാൻ 2-3 ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.